ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഈ വർഷത്തെ NMMS 2025 സ്റ്റേറ്റ് ടോപ്പർ ആയിട്ടുള്ള ഫാത്തിമ നിദയുടെ വീട്ടിലാണ്. സോ ഫാത്തിമ നിദയെ നമ്മൾ നേരിട്ട് കണ്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ ഫാത്തിമ നിദനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ എന്താണ് പേര്, എവിടെയാണ് പഠിക്കുന്ന ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നമ്മളെ വ്യൂവേഴ്സിനോടൊന്ന് പറയും. എൻ്റെ പേര് ഫാത്തിമ നിദ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. VVMHSS മാറാക്കരയിലാണ് പഠിക്കുന്നത്. യെസ്. സോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, താത്ത, അനിയത്തി, അനിയൻ എല്ലാവരും ഉണ്ട്. യെസ്. സോ ഇപ്പം NMMS സ്റ്റേറ്റ് ടോപ്പർ ആയിട്ടുണ്ട് അല്ലേ? അറൌണ്ട് 180 മാർക്കിൽ 167 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ഹൗ ഇറ്റ് ഫീൽസ്? ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് നിദക്ക്? ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, എന്നാലും നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. യെസ്. അപ്പോൾ നമ്മൾ ഏകദേശം 10,000-ഓളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു നമ്മൾ എക്സ് ആൻഡ് വൈ കണ്ടക്ട് ചെയ്തിരുന്ന മോക്ക് ടെസ്റ്റ് അല്ലേ? അതിൽ ഓഫ്ലൈൻ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിരുന്നു അല്ലേ? യെസ്. അപ്പം ഓഫ്ലൈൻ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരു NMMS എക്സാം എഴുതുന്ന പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈമിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ എന്ത് ചെയ്തു? ആ ഒരു എക്സാമിലൂടെ ഓഫ്ലൈനിലൂടെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? നേരിട്ട് ഒരു NMMS എഴുതുന്ന പോലെ തന്നെയായിരുന്നു അല്ലേ ഒരു എക്സാം ഉണ്ടായിരുന്നത്? അപ്പോൾ നമ്മുടെ എക്സ് ആൻഡ് വൈന്റെ യൂട്യൂബ് ചാനൽ അതിൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ടായിരുന്നു? യെസ്, കാണാറുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ച സമയത്താണ് മാറ്റിൽ ഏകദേശം 87 മാർക്സ് ആണ് 90ൽ സ്കോർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് പേരുടെ സ്കോർ കാർഡ് നോക്കി, ആരും തന്നെ ഒരു 80 അബവ് തന്നെ ഞാൻ ആരുടെയും ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ള ആസ് എ മാത്സ് ഫാക്കൽറ്റി ഇത് ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു മാറ്റിന് വേണ്ടി സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഇയറിലൊക്കെ വരുന്ന കുട്ടികൾക്ക് അതറിയാൻ താല്പര്യം ഉണ്ടാവും. കാരണം സാറ്റ് എന്ന് പറയുന്ന സബ്ജക്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പോൾ മാറ്റ് പഠിക്കാത്തൊരു സബ്ജക്റ്റാണ്, ഇതിനു വേണ്ടി സ്പെസിഫിക്കലി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു മാറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ? കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു മെയിനായിട്ട് ചെയ്തത്. ഇപ്പോൾ എക്സ് ആൻഡ് വൈന്റെ ക്ലാസ്സസ് ഓൾറെഡി നിത കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിന്റെ ക്ലാസ്സസ് ആണ് നിത ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതായിരുന്നു നിത യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്കൂൾ എഡ്യൂപോട്ടിക്സ് സൈലം ഇങ്ങനെ തുടങ്ങി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? മോർണിംഗ് ക്ലാസ്സസും പിന്നെ കുറച്ച് എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെ ഈ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈവൻ അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ല, അല്ലെങ്കിൽ ബാക്കി സ്കൂളിലെ ക്ലാസ്സുകളുടെ എല്ലാം മറിച്ച് എല്ലാവർക്കും കുറെ പേർക്ക് ഈ ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് അവരൊന്നും ഈ ഒരു 1ാം റാങ്കിലേക്ക് എത്തിയിട്ടില്ല. നിന്റെ ഒരു എഫേർട്ടാണ് ആക്ച്വലി ആ ഒരു 1ാം റാങ്കിലേക്ക് എത്തിപ്പെടാനും ആ ഒരു അച്ചീവ് ചെയ്യാനും നിനക്ക് തീർച്ചയായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് നിതയുടെ ഒരു ആംബിഷൻ എന്ന് പറയുന്നത്? പ്ലസ് ടുവിൻ്റെ ഒപ്പം നീറ്റ് എഴുതണം, MBBS ക്വാളിഫൈ ചെയ്ത് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഡോക്ടർ ആവണമെന്നാണ് നിതയുടെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, NMMSൽ നിർത്തരുത്. കാരണം ഇനിയും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഈവൻ 9th-ലാവട്ടെ 10th-ലാവട്ടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും ഇന്റേൺഷിപ്സും ഒക്കെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ വ്യത്യസ്ത യൂട്യൂബ് ചാനലുകളിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. എല്ലാ ഓപ്ഷൻസും എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൃത്യമായിട്ട് ഗ്രാബ് ചെയ്യാം. ഇപ്പം NSCJS പോലെ നമ്മൾ സയൻസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള കോഴ്സസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ മാത്ത് ആണ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ IOQ പോലുള്ള ഒളിമ്പിയാഡ് എക്സാംസിന് വേണ്ടിയിട്ട്, അത് ഗവൺമെന്റ് നടത്തുന്ന എക്സാംസ് ആണ്. അപ്പോൾ ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള എക്സാംസ് ആണ്. നമ്മളൊരു NMS പോലെയൊന്നും അല്ല, NMS ടോപ്പ് അല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് IIT-കളിൽ വരെ ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിന്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് അറിയാതെ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിലേക്ക് നിധിയോട് പറയാനുള്ളത്. ഇപ്പോൾ അടുത്തൊരു വർഷത്തേക്ക് വരുന്ന ഒരു ആസ്പിരന്റിനോട്, ഇപ്പോൾ NMS എഴുതാൻ പോകുന്ന ഒരു ആസ്പിരന്റിനോട് ആസ് എ ടോപ്പർ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഇറ്റ് ടേക്സ് എന്താണെന്ന് പറയാനുള്ളത്? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് മേജർലി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്? ടൈം മാനേജ്മെന്റിൽ നന്നായി ഫോക്കസ് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഈ 2 കാര്യങ്ങളാണ് മേജറായിട്ട്. യെസ്, ഈ 2 കാര്യങ്ങളാണ് നിതയുടെ ഭാഗത്ത് നിന്ന് ഫ്യൂച്ചർ ആസ്പിരൻസിന് കൊടുക്കാനുള്ള സജഷൻ എന്ന് പറയുന്നത്. ഏതായാലും അതുല്യമായൊരു നേട്ടത്തിലേക്ക് തന്നെയാണ് നിത എത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി നിതയെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. സോ ഈ ഒരു ജേർണിയിൽ ഒബ്വിയസ്ലി ഇപ്പോൾ ടീച്ചേഴ്സിന്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ കേസ് ഓൾറെഡി നിത പറഞ്ഞു. എങ്ങനെയായിരുന്നു പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്? പഠിക്കാൻ നല്ല മോട്ടിവേഷൻ തരുമായിരുന്നു, പിന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു കളക്റ്റീവ് സപ്പോർട്ടും അതുപോലെ തന്നെ അതിൽ എക്സ്ട്രാ നിതയുടെ ഒരു എഫോർട്ടും കൂടി ഈ ഒരു കേരള റാങ്ക് 1-ലേക്ക് നിത എത്തിച്ചിട്ടുണ്ട്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. ആൻഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.